അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വിശുദ്ധി ആരാധനയിലേക്ക് നിങ്ങളെ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കെല്ലാം, സൂക്ഷിച്ച വിധങ്ങൾക്കെല്ലാം നന്ദി പറയുവാൻ കരുണയുള്ളവനായ ദൈവം നമ്മളെ നടത്തുന്ന, നമ്മളെ സഹായിക്കുന്ന വലിയ വിശ്വസ്തകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്കൊരുമിച്ച് വിശുദ്ധി ആരാധന പ്രാർത്ഥിച്ചാരംഭിക്കാം. ധന്യനായ ദൈവമേ, നിത്യനും അക്ഷയനും അദൃശ്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായവനാണ്. ജീവനുള്ള ദൈവമേ, ഫോഷ്കില്ലാത്ത ഞങ്ങളുടെ ദൈവമേ, മഹാദൈവമേ, പിതാവാം ദൈവമേ, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവേ, സകലത്തിനും ആധാരവും സകലത്തിനും കാരണക്കാരനും സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിൻ്റെയും യജമാനനും, സകലത്തിനും ജീവനെ കൊടുക്കുകയും സകലത്തിനും ജീവിപ്പാനുള്ളത് കൊടുക്കുകയും ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധി ആരാധന ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുൻപാകെ കടന്നു വരുവാൻ, നിത്യനായ ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തിനെ നമസ്കരിപ്പാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇതിലൊന്നും കർത്താവെ ഞങ്ങൾ യോഗ്യതല്ലാതിരുന്നപ്പോൾ കർത്താവിൻ്റെ കരവും കർത്താവിൻ്റെ സ്നേഹവും ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ നടത്തിയ, നിർത്തിയ, സൂക്ഷിച്ച, പരിപാലിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയ സ്നേഹസ്വരൂപനായ ദൈവത്തിന് ഇന്ന് മുൻപാകെ ഞങ്ങൾ സാഷ്ടാംഗം വീണ് ഞങ്ങൾ നമസ്കരിച്ച് സ്തുതിയും ആരാധനയും ബഹുമാനവും കരയേറ്റുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെ നടത്തിയതിനായി സ്തോത്രം, ഇനിയും നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ വിശുദ്ധി ആരാധന പ്രിയ ജനത്തിന് അനുഗ്രഹമാക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ ഫേസ് ടു ഫേസ് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും ആത്മാവിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ഈ വിശുദ്ധി ആരാധന ഒരേപോലെ ഭാഗവാക്കാകുവാൻ കരുണയുള്ളവനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ ദൈവം ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ നിറവേറ്റി ഞങ്ങളെ നടത്തുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാടുവാനുള്ള കൃപ, പ്രാർത്ഥിപ്പാനുള്ള കൃപ, ആരാധിപ്പാൻ, വചനം ശ്രവിപ്പാൻ, വചനം സ്വീകരിപ്പാൻ എല്ലാ കൃപ ഞങ്ങൾക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയ്ക്ക് വിരോധമായി കർത്താവ് നിൽക്കുന്ന എന്തെങ്കിലും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, ഏതെങ്കിലും ദുർശക്തികൾ, ദുഷ്ടശക്തികൾ, ഇതിന് വിരോധമായി നിൽക്കുന്ന യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അതിനുമേൽ ഞങ്ങൾ ജയം കൽപ്പിക്കുന്നു. സ്വർഗം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം എൻ്റെ കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമ്മൾക്കൊരു അവസരങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അനേകം അവസരങ്ങൾ നമ്മൾ ലഭിച്ചു. അവസരങ്ങളൊക്കെ നമ്മൾ മാക്സിമം കർത്താവിനോട് പ്രയോജനപ്പെടുത്തി. ഇപ്രകാരവും അവസരം കർത്താവ് ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ശുശ്രൂഷിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്രകാരമാണ് ദൈവം അവസരം ഒരുക്കിയത്. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇന്ന് പകൽക്കാലത്തെ ആരാധന വലിയ ചൈതന്യമുള്ളവാകട്ടെ, ജീവനുള്ള ആരാധന വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കട്ടെ. മഹത്വം എൻ്റെ കർത്താവ് എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ. ബി ബ്ലെസ്ഡ്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആ ദൈവത്തെ നമ്മുടെ ഹൃദയം തുറന്ന് ആമേൻ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, വിടുതലിൻ്റെ പകലായി തീരട്ടെ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പുഷ്പം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പനിനീർ പുഷ്പം ശാരോണിലവൻ താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോണിലവൻ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൻ നാടിൽ വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുന്നേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. തിരുഹിതമിഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ,
ഷാരോണിലവൻ താമരയുമേ താഴ്വരയിൽ കനിനീർ പുഷ്പം ഷാരോണിലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണ്ണനേ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ ആ സൗന്ദര്യ സമ്പൂർണ്ണനേ വാഴ്ത്തുവേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ പകർന്ന തൈലം പോൽ നിന്നാമം സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ വഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുന്നേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനേ ഓ തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനേ വാഴ്ത്തുവേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്നിടുവാൻ എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ വാഴ്ത്തുമേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ വാഴ്ത്തുവേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ 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 വാഴ്ത്തുന്നേ എൻ്റെ യേശുരാജനേ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എൻ്റെ യേശുരാജനേ വാഴ്ത്തുന്നേ എൻ്റെ യേശുരാജനേ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എൻ്റെ യേശുരാജനേ എൻ പാപം പേറിവൻ ക്രൂശിലേറിയൻ എൻ പാപം പേറിവൻ ക്രൂശിലേറിയൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ എന്നെ വീണ്ടെടുത്ത സ്നേഹ
സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, സ്വന്തമാക്കി നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. സ്വന്തമാക്കി നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. സ്വർഗീയനോട് എന്നെ അണയ്ക്കയും, സ്വർഗീയനോട് എന്നെ അണയ്ക്കയും, നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, നിൻ ജീവൻ മൂലമായി നിൻ പുത്രനാക്കിയും. നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയാൽ. വീണ്ടെടുപ്പുമോർത്തു സ്തുതി പാടും നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. മരുവാസമാകവേ ആശ്വാസമാകവേ, മരുവാസമാകവേ ആശ്വാസമാകവേ, കാണാതുഴന്നു ഞാൻ പാരം തളർന്നിതാ, കാണാതുഴന്നു ഞാൻ പാരം തളർന്നിതാ. കൂട്ടുകാരുമില്ല ആശ്വാസമായി എനിക്കാശ്വാസമായി, കൂട്ടുകാരുമില്ല ആശ്വാസമായി എനിക്കാശ്വാസമായി. കർത്താനേശുവിൻ സഹിതമുള്ള ഞാൻ എന്തു പാരിൽ ക്ഷീണിപ്പാൻ, കർത്താനേശുവിൻ സഹിതമുള്ള ഞാൻ എന്തു പാരിൽ ക്ഷീണിപ്പാൻ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ, എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ, കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ, കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ. എന്നെൻ കണ്ണുനീരകന്നു വാഴും ഞാൻ, വിണ്ണിലങ്ങു വാഴും ഞാൻ. എന്നെൻ കണ്ണുനീരകന്നു വാഴും ഞാൻ, വിണ്ണിലങ്ങു വാഴും ഞാൻ. ആ സ്വർഗീയ ദീനമെന്നു കാണും ഞാൻ, നാഥ എന്നു കാണും ഞാൻ. ആ സ്വർഗീയ ദീനമെന്നു കാണും ഞാൻ, നാഥ എന്നു കാണും ഞാൻ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശുദ്ധനന്ദികെ പരിശോട് ചേരുവാൻ, പരിശുദ്ധനന്ദികെ പരിശോട് ചേരുവാൻ. ശുദ്ധമാക്കാരക്തത്താലെന്നെ, ശുദ്ധരക്തത്താലെന്നെ സിദ്ധനാക്കിടുകത്താവിനാലെന്നെ, ദിവ്യാത്മാവിനാലെന്നെ സിദ്ധനാക്കിടുകത്താവിനാലെന്നെ, ദിവ്യാത്മാവിനാലെന്നെ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ, കീർത്തിക്കുന്നു കൃപകൾ ഓർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. നിൻ സന്നിധാനത്തിൻ സന്തോഷമെന്തലം, നിൻ സന്നിധാനത്തിൻ സന്തോഷമെന്തലം, നിൻ മുഖകാന്തിയാൽ എന്നും നിത്യാനന്ദം, നിൻ മുഖകാന്തിയാൽ എന്നും
കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ. കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ. കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. Praise the Lord. Hallelujah. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സെഷനിൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയിലായിരിക്കാം. God bless you. ഈ പകൽ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം അവസരമൊരുക്കട്ടെ. വൺസ് അഗെയിൻ ബാംഗ്ലൂരിലുള്ള ബ്ലെസ്സിങ്സ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് നിങ്ങളെല്ലാവരെയും ധന്യനായ ഏകാധിപതിയായ കർത്താവായ നമ്മുടെ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ആരാധന മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ മാക്സിമം സഹകരിക്കുക, ശ്രമിക്കുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷിക്കുന്ന വചനങ്ങളും പാടുന്ന പാട്ടുകളും പ്രാർത്ഥനയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരമൊക്കെ കടന്നു വരുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ പകൽക്കാലം ദൈവീയ ഞങ്ങളുമായി കീപ്പ് ഇൻ ടച്ച്. വാട്സപ്പിൽ കൂടിയോ മെസ്സേജിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തായിട്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുക കേൾക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർമാനമായി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങളുടെ വചനങ്ങളെയൊക്കെ കരങ്ങളിലെടുത്താൽ അത് കർത്താവിന് വലിയ സന്തോഷമാണ്. ബിജു പാസ്റ്റർ പറയുന്നത് കൊണ്ട് എടുക്കണമെന്നില്ല. കർത്താവിന് വലിയ സന്തോഷമാണ്. ഒരു ആരാധന മനോഭാവത്തോടു കൂടി ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ പലരും ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും എൻകറേജൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ബാംഗ്ലൂരുള്ള ബ്ലെസ്സിങ്സ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ എല്ലാ ദൈവമക്കളും ഞങ്ങളെ നിരന്തരമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി കർത്താവ് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള ദൈവമക്കൾ ഇത് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. മറ്റുള്ള സഭയിലുള്ള ദൈവമക്കൾ ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പാസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പാസ്റ്ററിനെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ സുഖം അന്വേഷിക്കുക. അദ്ദേഹം അനുഗ്രഹമായിരുന്നാൽ നിങ്ങൾ അനുഗ്രഹമായിരിക്കും. അദ്ദേഹം സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങളും സന്തോഷിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോൺ ചെയ്ത് നേരിട്ട് പോകാൻ സാധിക്കുന്ന സ്ഥലവും പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുവാനുള്ള സന്മനസ് ദൈവജനം കാണിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ഫോണുകളും മെസ്സേജുകളും ഫേസ്ബുക്കിലും വാട്സപ്പിൽ കൂടിയൊക്കെ അനേകം മെസ്സേജുകൾ നിറഞ്ഞു കിടക്കുകയാണ്. അതിനിടയ്ക്ക് നിങ്ങളുടെ സ്വന്തം പാസ്റ്ററിനെ നിങ്ങൾ മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർക്കുവിൻ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കടന്നു പോയി വിസിറ്റ് ചെയ്ത് അവരെ സന്ദർശിപ്പാൻ ദൈവം നമ്മൾ കൃപ നൽകുമാറാകട്ടെ. ബാംഗ്ലൂരുള്ള ഈ ഫെലോഷിപ്പിൽ കൂടുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങളെ വിളിക്കാറുണ്ട്, കീപ്പ് ഇൻ ടച്ച് ചെയ്യാറുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് മാക്സിമം ദൈവനാമത്തിൽ അവർ ചെയ്യുന്നുള്ള സന്തോഷ വാർത്ത ദൈവമക്കളോട് അറിയിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അവൻ ആര്? കർത്താവായ യേശുവിനെക്കുറിച്ച് സ്നാപകനായ യോഹന്നാൻ പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും ആരോടാണ് പറയുന്നത്? തൻ്റെ വചനം കേട്ട് സ്നാനപ്പെടാൻ വരുന്ന ദൈവജനത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും.
വെള്ളത്തിൽ സ്നാനപ്പെടാൻ വരുന്നവരോട് പറയുകയാണ്, കർത്താവ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇത് ശ്രേഷ്ഠകരമായ ഒരു പ്രോമിസാണ് അന്ന് യഹൂദന്മാർക്ക് സ്നാപക യോഹന്നാനിൽ കൊടുക്കുവാനിടയായി തീർന്നത്. ശ്രേഷ്ഠകരമായൊരു വാഗ്ദത്തം. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്നേക്കാൾ വലിയവൻ, എന്നേക്കാൾ ശ്രേഷ്ഠൻ, എന്നേക്കാൾ ഉന്നതൻ, എന്നേക്കാൾ സകലത്തിനും മുകളിലുള്ളവൻ. അതിൻ്റെ അർത്ഥം എൻ്റെ പൊന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, വരും തലമുറ കാണുവാൻ പോകുന്നത് ഇതിലും ശക്തമേറിയ പ്രവാചകന്മാരെ, ശക്തമേറിയ ആത്മീക ശുശ്രൂഷകളെ, ശക്തരിൽ ശക്തന്മാരായ പാസ്റ്റേഴ്സിനെ, ദൈവദാസന്മാരെ. ഹല്ലേലൂയ. പിന്നാലെ വരുന്നവൻ അധികം ശ്രേഷ്ഠതയുള്ളതാണ്. പിന്നാലെ വന്ന വീഞ്ഞ് അധികം തേജസ്സുള്ളതായിരുന്നെങ്കിൽ, ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ, പിന്നാലെ വന്ന നിയമം, പുതിയ നിയമം അധികം ശ്രേഷ്ഠതയുള്ളതായിരുന്നെങ്കിൽ, പിന്നാലെ വരുന്നത് മുഴുവൻ സകലത് ശ്രേഷ്ഠതയുള്ളതാണെന്ന് ഈ പകൽക്കാലം വിശ്വസിപ്പാൻ ദൈവജനത്തിന് കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പിൻപിലുള്ളത്, ദൈവത്തിന് സ്തോത്രം, അധികം ശ്രേഷ്ഠതയുള്ളതെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ മുൻപിൽ നിൽക്കുന്നു എങ്കിലും ഇതിൻ്റെ പിൻപിൽ നിൽക്കുന്നവൻ ശ്രേഷ്ഠതയുള്ളവനാണെന്ന്, അധികാരമുള്ളവനാണെന്ന്, തേജസ്സുള്ളവനാണെന്ന് വിളിച്ച് പറയുവാനുള്ള ആത്മീക തൻ്റെ ഇടം ഈ പകൽ ദൈവസഭയും ദൈവജനവും കാണിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ശ്രേഷ്ഠതയുള്ളത് കടന്നു വരുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നവരാണെങ്കിൽ പ്രഭാതത്തിൽ ഈ ആലോചന പറയുകയാണ്, ശ്രേഷ്ഠതയുള്ളത് എന്തോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ. ഹല്ലേലൂയ. അവൻ്റെ കാലടിയുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ അത് കേൾക്കുവാൻ സമയമായി. ശ്രേഷ്ഠതയുടെ ദൈവം, ആമേൻ. ശ്രേഷ്ഠമായുള്ളത് മാറ്റിവെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അതിശ്രേഷ്ഠമായത് നൽകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ആമേൻ. വചനം ഒരുപാട് തെളിവുകൾ നമുക്കതിന് പറയാനുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച വചനത്തിലേക്ക് കടന്നു പോകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് തൻ്റെ ജനത്തോട് ഹൃദയം തുറന്ന് സംസാരിപ്പാനിടയാകുമാറാകട്ടെ. വചനം പറയുന്നു, യോഹന്നാൻ പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവിലെ സ്നാനവും തീയിലെ സ്നാനവും, രണ്ട് സ്നാനത്തെക്കുറിച്ച് പണ്ട് വിശുദ്ധന്മാരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുവാനും കാണുവാനും അനുഭവിച്ചറിയുവാനൊക്കെ അവസരങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ നമ്മളുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശുദ്ധനായ യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഒരു മാനവജാതിയുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ് തീയ്. ആഹാരം പാകം ചെയ്യുവാൻ, തണുപ്പ് രാജ്യങ്ങളിൽ ചൂട് മാറ്റുവാൻ തീയുടെയൊക്കെ ആവശ്യമുണ്ട്. ദൈവത്തിന് ചൂടിൻ്റെ ആവശ്യമുണ്ട്, തീയുടെ ആവശ്യമുണ്ട്. എന്തിൻ്റെ ആവശ്യമുണ്ട്? തീയുടെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മീക ജീവിതത്തിലും തീയുടെ ആവശ്യം ഉണ്ട്. ഒരാമേൻ പറഞ്ഞാട്ട്. തണുപ്പിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ, തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ തീയുടെ അനുഭവമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. ഒരു ട്രെയിൻ എഞ്ചിൻ്റെ അകത്ത് തീയുടെ അനുഭവം ഉള്ളതുകൊണ്ടായിരുന്നു, കൽക്കരി നിറഞ്ഞ് കവിയുന്ന ഒരു തീയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ആ ട്രെയിൻ മുൻപോട്ട് നീങ്ങുന്നത്. ഒരു ഫ്ലൈറ്റിനകത്ത്, ആ എഞ്ചിനകത്ത് തീയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ആ ഫ്ലൈറ്റ് മുൻപോട്ട് നീങ്ങുന്നത്. ഒരു വാഹനത്തിനകത്ത് നിങ്ങൾ എന്ത് ഉപകരണങ്ങൾ എടുത്തു, അതിനകത്ത് തീയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് മുൻപോട്ട് നീങ്ങുന്നത്. 2000 വർഷങ്ങളായി നിലയ്ക്കാതെ സഭ, ദൈവസഭ മുൻപോട്ട് നീങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ തീ അനുഭവിക്കുന്ന, തീയുടെ അനുഭവമുള്ള അനേകം വിശുദ്ധന്മാരെ കഥ നിർത്തിവെച്ചതും ഇരുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. തീയുടെ അനുഭവമുള്ളത് കൊണ്ടാണ് ദൈവസഭ 2000 വർഷമായിട്ട് നിലയ്ക്കാതെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്ന കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധമാരെ, ഈ പകൽ ഓർത്തുകൊള്ളുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയയുടെ തീയുടെ ബലത്തിലാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എൻ്റെ കർത്താവേ, എന്തിനാണ് ഈ തീയുടെ അനുഭവം?
അനുഭവം? എന്തിനാണ് ഈ കഷ്ടതയുടെ അനുഭവം? എന്തിനാണ് ഇത്രയും പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ? എന്തിനാണ് ഇത്രയും ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ? താങ്ങുവാൻ കഴിയുന്നില്ല കർത്താവ് എന്ന് പല പ്രാവശ്യം നമ്മൾ കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ ഏങ്ങി ദൈവസ്ഥലിൽ കമണ്ട് വീണിട്ടുണ്ട്. കർത്താവ് പറയുന്നത്, നോ, ഇത് നിനക്ക് ആവശ്യമാണ്. മുൻപോട്ട് പോകുവാൻ നിനക്ക് ഇത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പപ്പായും ഒരു കുഞ്ഞും കൂടെ ഒരു റെയിൽവേ സ്റ്റേഷൻ കടന്നു പോയപ്പോൾ കുഞ്ഞാദ്യമായി ട്രെയിനെ കാണുകയാണ്. ആ ട്രെയിനെ കണ്ടുകൊണ്ട് ചോദിച്ചു, പപ്പാ, ഈ ട്രെയിൻ വളരെ മനോഹരമായിരിക്കുന്നല്ലോ. യെസ്, വളരെ മനോഹരമായിരിക്കുന്നു. എന്നാലും ട്രെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് പപ്പ? അപ്പോൾ പപ്പ പറഞ്ഞു, മോൻ തന്നെ പറയുക. മകൻ ചോദിച്ചു, എഞ്ചിൻ്റെ ഡ്രൈവറാണോ? അല്ല. അതിൻ്റെ ടയറാണോ? അല്ല. അതിൻ്റെ ബോഗികളാണോ? അല്ല. അതിൻ്റെ എല്ലാ ഉപകരണങ്ങളെയും ആ പിഞ്ചു പൈതൽ പപ്പയുടെ അടുത്ത് കാണിക്കുക. പപ്പ, ഇതാണോ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം? ഇതാണോ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് ചോദിച്ചപ്പോൾ പപ്പ പറയും, ഇതൊന്നുമല്ല മക്കളെ, ഈ എഞ്ചിനകത്ത്, തീക്കുണ്ടത്തിനകത്ത് കിടക്കുന്ന ചില കൽക്കരികളുണ്ട്. ആ കൽക്കരിയുടെ പവറിലാണ്, ആ തീയുടെ അനുഭവത്തിലാണ് ഈ ട്രെയിൻ മുൻപോട്ട് പോകുന്നത്. ഇന്ന് പകൽ ആരെങ്കിലും ഏതെങ്കിലും കുടുംബത്തിൽ, എനിക്ക് മാത്രം എന്താ കർത്താവേ ഈ വേദന, എനിക്ക് മാത്രം എന്താ കർത്താവേ ഈ ദുഃഖം, എനിക്ക് മാത്രം എന്താ കർത്താവേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, എനിക്ക് മാത്രം എന്താ കർത്താവേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ചോദിക്കുമ്പോൾ ദൈവസഭയെ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുൻപോട്ട് പോകത്തുള്ളൂ. തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ചില സഭകൾ മുൻപോട്ട് പോകുകയുള്ളൂ. തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന് സ്തോത്രം, ബഥാനിയയിലെ ഭവനത്തിനകത്ത് ലാസറും മാർത്തയും മേരിയും താമസിച്ച ഭവനത്തിനകത്ത് തീയുടെ അനുഭവം ഉണ്ടായതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കല്ലറയുടെ മുൻപിൽ വെളിപ്പെടാനിടയായി തീർന്നത്. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നമ്മുടെ ദേശത്തിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് തീയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് അടുത്ത തലമുറകൾക്ക് മഹത്വം കാണിച്ചു കൊടുക്കാൻ ദൈവ നിയോഗത്തോടെ ആക്കി വച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടു പോകേണ്ട. തീയുടെ അനുഭവം എന്തിനാണ്? നിങ്ങളെ മുൻപോട്ട് നടത്തുവാനാണ്. ഒരു ബലം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച് ഈ പകൽക്കാലം സടകുടഞ്ഞെഴുന്നേറ്റ്, നോ, ഈ തീയിൽ ഞാൻ വെന്തു പോകില്ല, ഈ കഷ്ടതയിൽ ഞാൻ തകർന്നു പോകില്ല, എന്നെ കർത്താവ് മുൻപോട്ട് നടത്തുവാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആക്കി വച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് തീയുടെ അനുഭവം. പല പ്രാവശ്യവും രാത്രികളിൽ നമ്മൾ ഇരുന്ന് കരയാറില്ലേ? പല പ്രാവശ്യവും രാത്രി നമ്മൾ ദൈവത്തോട് നിലവിളിക്കാറില്ലേ? എന്തിനു വേണ്ടിയാണ്? നാളെ നമ്മൾ കൂടുവാൻ ഉള്ള ബലം അവിടെയാണ് ദൈവം നമുക്ക് പകരുവാൻ പോകുന്നത്. ഈ പകലിനെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാളെ നിങ്ങൾ ഓടുവാനുള്ള ബലം പോട്ടെ, നാളെ നിങ്ങളുടെ തലമുറകൾ ഓർത്തു വെച്ച് ഓടുവാനുള്ള ബലം ഇന്ന് നാം അനുഭവിക്കുന്ന തീയുടെ അനുഭവമാണ്. തീ ഒരു ഉപകരണമല്ല, അതൊരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. തീ ഒരു ഉപകരണമല്ല. ഈ ഭൗമിക പ്രകാരം, ഭൗമലോകത്തിൽ പ്രകാരം, ഈ ഭൂമിയുടെ ശാരീരിക അവസ്ഥ വെച്ച് തീ ഒരു ഉപകരണമാണ്. എന്നാൽ തീ ആത്മീകൻ്റെ ജീവിതത്തിൽ ഒരു ഉപകരണമല്ല, അതൊരു അനുഭവമാണ്. ഈ പകൽ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ടുഡേ ഗോഡ് വാണ്ട്സ് ടു എൻകറേജ് യു. നിങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അധികം മുൻപോട്ട് പോകുവാൻ ദൈവം ഉള്ളിൻ്റെ ഉള്ളിൽ തീയാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക്, ഒരു ഭവനത്തിന് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ തീ മാറ്റിവെച്ചാൽ ശാരീരിക ജീവിതത്തിലാണെങ്കിൽ പോലും മനുഷ്യന് അധികം നാൾ ജീവിക്കാൻ സാധിക്കുകയില്ല. ശ്രദ്ധിക്കണേ, ആഹാരം പാകം ചെയ്യണമെങ്കിൽ തീ വേണം, ശരീരത്തിനകത്ത് ചൂട് വേണം. ശരീരത്തിന് ചൂട് വേണമെങ്കിൽ സൂര്യൻ തീയാണ്, സൂര്യൻ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന് ചൂടുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതില്ലാത്ത സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ ഭൂപടമെടുത്ത് പഠിച്ചു നോക്കിയാൽ അറിയാം, അതില്ലാത്ത സ്ഥലങ്ങളിൽ ജീവനുകൾ വളരെ കുറവാണ്. ഐസ് കട്ടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം തീ എന്തിനു വേണ്ടിയാണ്? ദീർഘകാലം മുൻപോട്ട് ഓടുവാൻ ദൈവം നമുക്ക് തീയുടെ അനുഭവം, ദീർഘകാലം മുൻപോട്ട് ഓടുവാൻ ദൈവം നമുക്ക് തീ, അതൊരു ഗിഫ്റ്റായി, അതൊരു വരമായി, ഒരു അഭിഷേകമായി, ഒരു സ്നാനമായി കർത്താവ് ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ ഇത് പകരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ തീയെക്കുറിച്ച് പറയാനുണ്ട്. എന്നതുപോലെ ശാരീരിക ജീവിതത്തിലും തീ ഒഴിവാക്കിയാൽ അധിക നാൾ ജീവിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതുപോലെയാണ് ആത്മീക ജീവിതത്തിലും തീ ഒഴിവാക്കിയാൽ അധിക നാൾ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. കുറച്ച് നാളൊക്കെ ജീവിക്കാം, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്കതിൻ്റെ ഫലം മനസ്സിലാകുമോ, ഈ ലൈഫ് ഈസ് നോട്ട് എ സക്സസ്ഫുൾ, ഈ ജീവിതം ഒരു സക്സസ്. പലരും നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം എന്താണ്? പലരും പിന്മാറിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? തീയുടെ അനുഭവം. അതുകൊണ്ടാണ് തീയുടെ അനുഭവം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ശേഷിക്കാത്ത. പലരും ഉറങ്ങിപ്പോകാനുള്ള കാരണം എന്താണ്? പലരും ക്ഷീണിച്ച് മടുത്തു പോകാനുള്ള കാരണം എന്താണ്? തീയുടെ അനുഭവം.
ഷൗഡാല ഹസ്താര ഹഷസ്താന ആഠാല ധേരമ നൗഷസ്തേരമാന അഡൽഖല ധേരമ ഷസ്തേരമ ലൗരഖേഷസ്ഥാന ജോല ധേരമ അർക്കന്തീരി ഖേരകഷസ്താരമാനകത്തെ തീയുടെ അനുഭവം പ്രിയ ജനത്തിന് അതൊരു വലിയൊരു അനുഭവമായി കർത്താവ് മാറ്റുവാനിടയാകുമാറാകട്ടെ. നമുക്ക് വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം ഉപയോഗിച്ചൊരു ഉപകരണമാണ് തീ. ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗോഡ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിപ്പാൻ, തൻ്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ, തൻ്റെ ജനത്തെ വിശുദ്ധീകരിപ്പാൻ, തൻ്റെ ജനത്തെ വിടുവിപ്പാൻ, തൻ്റെ ജനത്തെ സൂക്ഷിപ്പാൻ ദൈവം ഉപയോഗിച്ചൊരു ഉപകരണമാണ് തീ. മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ ജനത്തെ സന്ദർശിപ്പാൻ, തൻ്റെ ജനത്തോട് സംസാരിപ്പാൻ, തൻ്റെ ജനത്തെ ആകർഷിപ്പാൻ, തൻ്റെ ജനത്തെ സൂക്ഷിക്കുവാൻ, തൻ്റെ ജനത്തെ വിശുദ്ധീകരിപ്പാൻ, തൻ്റെ ജനത്തിനു വേണ്ടി ഇതെല്ലാം ഒരുക്കുവാൻ ദൈവം ഉപയോഗിച്ചൊരു ഉപകരണമാണ് തീ. ദൈവത്തിന് ഒരുപാട് അനുഭവങ്ങൾ ആ വിഷയത്തിൽ നിങ്ങളോട് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, 6 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് നേരിട്ട് തീ ഇറങ്ങി തൻ്റെ ഭക്തന്മാരെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യോബിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യോബിൻ്റെ സന്തതികളുടെ മേൽ ആകാശത്ത് തീ ഇറങ്ങി അവരെ ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി ദൈവം അനുവദിച്ചു കൊടുത്ത വിഷയം, ദൈവം അനുവദിച്ചത് മുഖാന്തരം പിശാച് സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന് സ്തോത്രം, പിശാച് മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ, യോബിൻ്റെ തലമുറകളെ കൊന്നുകളയുന്നത് നമുക്ക് വചനത്തിൽ വളരെ വ്യക്തമായി കാണാം. അതും സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ഇറങ്ങിയ തീയാണ്. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, സൊദോം ഗൊമോറ പട്ടണത്തെ ഉയരത്തിൽ നിന്ന് തീയിറങ്ങി അത് നശിപ്പിച്ച് കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ 2 തീയും ഒരു വിധത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ശിക്ഷയുടെ തീയാണെന്നോ, അല്ലെങ്കിൽ യോബിൻ്റെ കുടുംബത്തിൽ നമുക്കൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നു ഒരു ശിക്ഷയുടെ തീയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന് സൊദോം ഗൊമോറ എന്ന പട്ടണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആ പട്ടണത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുവാൻ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് തൻ്റെ ജനത്തെ എണ്ണിയത് മുഖാന്തരം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. താനൊരു യാഗം അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ദാവീദിന്റെ യാഗത്തിൽ പ്രസാദിപ്പാനിടയായി തീർന്നു. അർത്ഥാൽ ദാവീദിന്റെ പാപത്തെ ദാവീദിന്റെ പാപത്തെ ക്ഷമിപ്പാൻ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അതിനെ അടയാളമായി കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദാവീദിന്റെ പാപം എങ്ങനെയാണ് ക്ഷമിക്കപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയാണ് ദാവീദിന്റെ പാപം ക്ഷമിച്ചുവെന്ന് ദൈവം കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നത്. ശലോമോന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു ആലയം പണിത് കഴിഞ്ഞപ്പോൾ ആലയത്തെ പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം, ആലയത്തെ എന്നേക്കുമായി ദൈവത്തിന്റെ സ്ഥലമാക്കി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തീയിറങ്ങി ആ ആലയത്തെ, ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ചു. ഇന്നും ആ സ്ഥലം വിശുദ്ധമായിരിക്കുന്നു. യോബിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സൊദോം ഗൊമോറ പട്ടണത്തിൽ, ദാവീദിൻ്റെ ആരാധനയിൽ, ശലോമോൻ്റെ ആരാധനയിൽ, അടുത്തതായി കടന്നു വരുന്നത് ഏലിയാവിൻ്റെ ആരാധനയിൽ എന്താണ് സംഭവിച്ചത്? ഉയരത്തിൽ നിന്ന് തീയിറങ്ങി ബാലിൻ്റെ ദൈവത്തിന് യാഗപീഠത്തിന്മേൽ, ഏലിയാവിൻ്റെ യാഗപീഠത്തിന്മേൽ തീയിറങ്ങി ദഹിപ്പിപ്പാനിടയായി തീർന്നു. അത് മുഖാന്തരം എന്ത് പറ്റി? ബാലിൻ്റെ 400 പ്രവാചകന്മാരെ കൊന്നുകളയാൻ തക്കതായ അധികാരം ലഭിപ്പാനിടയായി തീർന്നു. ഈ പകൽക്കാലം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് തീ നേരിട്ടിറങ്ങിയാൽ ദൈവജനത്തിനൊരു വിടുതലുണ്ട്. ഈ പകൽ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗമികമായി ഭൂമിയിൽ കാണുന്ന തീയെക്കുറിച്ചല്ല. ആത്മീകമായി ദൈവമക്കൾ അനുഭവിക്കുന്ന തീയുടെ അനുഭവമുണ്ട്, ഒരു ആത്മീക ഉന്മേഷത്തിൻ്റെ അനുഭവമുണ്ട്, ഒരു ചൂടിൻ്റെ അനുഭവമുണ്ട്. ഈ ചൂടിൻ്റെ അനുഭവം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നത് ജഡപ്രകാരം വിരോധമല്ല ഉദ്ദേശിക്കുന്നത്. ജഡപ്രകാരം നമുക്ക് ആരും വിരോധമല്ലല്ലോ. ഭൗമികമായി ആരും നമുക്ക് വിരോധമല്ലല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലോ, പിന്നെയോ ആത്മമണ്ഡലങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു സൈന്യങ്ങളുടെ മേൽ, ശത്രുവിൻ്റെ മേൽ ആത്മീകമായി നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആരാധനയ്ക്കും നിങ്ങളുടെ ശുശ്രൂഷകൾക്കും നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടന്റെ മേൽ, ദുഷ്ടക്രിയകളുടെ മേൽ ഈ പകൽ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിന് തീ അയച്ച് അവൻ കൺസ്യൂം ചെയ്ത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. തീ അയച്ചവൻ ദഹിപ്പിച്ചു കളയും.
എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ പകൽ ദൈവജനമേ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന മറ്റൊരു പേരാണ് ദഹിപ്പിക്കുന്ന അഗ്നി. അങ്ങനെയാണെങ്കിൽ ഈ അഗ്നിയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു ക്ഷമാപണത്തിൻ്റെ അംഗീകാരം അവിടെ ലഭിക്കുകയാണ്. രണ്ടാമത് സംഭവിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ഭവനം, നിങ്ങൾ ഭവനത്തിൽ നിന്ന് ആരാധിക്കുകയാണെങ്കിൽ, ഒരാലയത്തിൽ നിന്ന് ആരാധിക്കുകയാണെങ്കിൽ, ആലയത്തെ ദൈവം അത് പ്രസാദിച്ചു എന്ന് കാണിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിൽ ദൈവം തീയെ അയപ്പാനിടയായിത്തീരും. ഒരു ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് അവൻ ആത്മാവിൽ തീയെ അയക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ, സംഗീതജ്ഞൻ വളരെ മനോഹരമായി മ്യൂസിക് ആലപിക്കുമ്പോൾ, പാട്ടുകളെ പാടുമ്പോൾ എന്താണ് ദൈവത്തിന് സ്തോത്രം അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആരാധനയുടെ മൂർത്തിൻ്റെ ഭാവങ്ങളിൽ ദൈവിക അഗ്നി അവൻ അയച്ച് നിങ്ങളുടെ ആരാധനയെ പ്രസാദിച്ചു എന്ന് കാണിക്കുന്ന അനുഭവമാണ് സ്വർഗത്തിൽ നിന്ന് തീയെ ഇറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. നിങ്ങളുടെ ആരാധന ദൈവം പ്രസാദിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ശത്രുവിന്മേൽ അതിന് പ്രഹരമേറ്റിരിക്കുന്നു. ശത്രുവിൻ്റെ പ്ലാനിനെ അവൻ തകർത്തിരിക്കുന്നു. ശത്രുവിൻ്റെ അധികാരങ്ങളെ തകർത്തിരിക്കുന്നു. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വിരോധം നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ പ്രാപിക്കുന്ന ആത്മീക അധികാരം, ആത്മീക അഭിഷേകം, ആത്മീക അഗ്നി ശത്രുവിൻ്റെ പാളയത്തിന്മേൽ വിള്ളലുകളെ കൊണ്ടുവന്ന്, തകർച്ച കൊണ്ടുവന്ന്, ശത്രുവിൻ്റെ പാളയത്തിന്മേൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മമണ്ഡലം, തെറ്റിദ്ധരിക്കരുത്, ആത്മമണ്ഡലത്തിലുള്ള പൈശാചിക മണ്ഡലങ്ങളെ പ്രഹരമേൽപ്പിക്കത്തക്ക രീതിയിൽ ആത്മാവ് സടകുടഞ്ഞ് എഴുന്നേറ്റ് അഗ്നിയായി നമ്മുടെ മുൻപാകെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ അഗ്നി വെളിപ്പെടുന്ന സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ തീ വരുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ഓഫ് ഗോഡ്. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ അഗ്നി. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. യെസ്, ഐ ആം ഹിയർ എന്ന് പറയുന്ന അനുഭവമാണ് സ്വർഗീയ അഗ്നിയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. ആ ഭവനത്തിൽ കുറച്ചാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ഭവനം ജീവിക്കാൻ കൊള്ളത്തില്ല, ഈ ഭവനം ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മറ്റൊരു ഭവനത്തിലേക്ക് മാറാം. നോ, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ മാറിയാൽ പ്രശ്നങ്ങൾ മാറുന്നതല്ല. പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഈ തീ നിങ്ങളുടെ ഭവനത്തെ വിഴുങ്ങണം. ഏത് കാലഘട്ടങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം, ഏത് ഭവനത്തിലും വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അവിടെ ആത്മീക തീയുണ്ടെങ്കിൽ ഒരു ശത്രുവും കടക്കാതെ വണ്ണം, ഒരു ദോഷവും സംഭവിക്കാതെ വണ്ണം, ഒരു മഹാമാരിയും പ്രവേശിക്കാതെ വണ്ണം ഭവനത്തെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്. പലരും ഭവനങ്ങൾ മാറി മാറി താമസിക്കാറുണ്ട്, ദേശങ്ങൾ മാറി മാറിപ്പോയി താമസിക്കാറുണ്ട്. ഈ പട്ടണം ശരിയല്ല, ഈ പട്ടണം ശരിയല്ല, ഈ നഗരം ശരിയല്ല, ഈ ഏരിയ ശരിയല്ല. വെയിറ്റ്, നിങ്ങൾ അങ്ങനെ ഓടിപ്പോകുന്നതിന് മുൻപായി ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട്, ഈ തീയുടെ അനുഭവം ഉണ്ടെങ്കിൽ ഏത് പട്ടണത്തെയും കത്തി ജ്വലിപ്പിക്കുവാൻ കഴിവുള്ളതാണ് ഈ ആത്മീക പട്ടണം. കൊരിന്ത് പട്ടണത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. കൊരിന്ത് പട്ടണത്തെ മുഴുവൻ കത്തിച്ചത് ഈ ആത്മീക തീ അത്രേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളെ കത്തിക്കുന്നത് നിങ്ങളുടെ വാക്കുകളല്ല. നോ, നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ ശ്രമങ്ങളോ അല്ല. സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് തീയിറങ്ങി ഇന്ന് പകൽ ഈ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, തെരുവുകളിൽ മേൽ, ഹൈവേകളിൽ മേൽ, ഭവനങ്ങളിൽ മേൽ, കോണറുകളുടെ മേൽ ആത്മീക തീയിറങ്ങി ശത്രു സൈന്യങ്ങളുടെ മേൽ സംഹാരം നടത്തുന്ന ഒരു ദൈവിക ദൂതനെ, ദൈവത്തിന് സ്തോത്രം, ആത്മാവിൽ ഈ പകൽ ഞാൻ കാണുകയാണ്. തൻ്റെ ജനത്തിന് വലിയ സ്വാതന്ത്ര്യം കൽപ്പിക്കുവാൻ, തൻ്റെ ജനത്തിന് വലിയ വിടുതൽ കൽപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന സ്വർഗീയ ഉപകരണമാണ് ആത്മീക തീയ്. നിങ്ങൾക്കത് ആവശ്യമാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കത് ആവശ്യമാണ്. എൻ്റെ പിന്നാലെ വരുന്നവനോ അവൻ പരിശുദ്ധാത്മാവിനാലും അവൻ തീയാലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. സ്നാനമെന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീയിൽ മുങ്ങി പൊങ്ങുക എന്ന് പറയുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. ആത്മീക, നിൻ്റെ കൈകൾ, നിൻ്റെ കാലുകൾ, നിൻ്റെ അധരങ്ങൾ, നിൻ്റെ കണ്ണുകൾ, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ തീക്കകത്ത് മുങ്ങി പൊങ്ങുവാൻ ദൈവ കൃപ നൽകുമാറാകട്ടെ. നിന്നെ കാണുമ്പോൾ തീയെ കാണുന്നത് പോലെ, നിന്നെ സ്മെല്ല് ചെയ്യുമ്പോൾ തീയുടെ സ്മെല്ല് വരും. നിൻ്റെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ തീ പുറപ്പെടും. ദൈവത്തിൻ്റെ സ്വത്ര പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ കാണുമ്പോൾ ഹല്ലേലൂയ ഒരു തീയാണെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സ്തോത്രം, നിന്നെ കർത്താവ്, എന്നെയും നിങ്ങളെയും കർത്താവ് തീയാക്കി മാറ്റി
മാറ്റുവാനിടയായി തീരും. വിശുദ്ധ ദൈവജനമേ, ശ്രദ്ധിച്ചാട്ട്, തീക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട സമയമല്ലത്. ദൈവം നിങ്ങളെ തീയാക്കി മാറ്റുന്ന അവസരമാണ്. പ്രിയ ദൈവജനമേ, യു ആർ എ ഫയർ ഓഫ് ഗോഡ്. നിങ്ങളൊരു തീയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു തീയും മറ്റൊരു തീയും കൂടെ മാത്രമേ കൂടിച്ചേരുകയുള്ളൂ. വെള്ളവും തീയും കൂടെ ഒരുമിച്ചൊരിക്കലും കൂടിച്ചേരുകയില്ല. മറ്റൊരു തീയും മാത്രമേ ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ അത് വലിയൊരു തീയായി മാറും. അങ്ങനെ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങുകയും നിങ്ങൾ തീക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ, രണ്ട് തീയും കൂടെ ഒരുമിച്ചായി കഴിയുമ്പോൾ അതൊരു വലിയ തീയായി മാറും. കാടുകളെ കത്തിക്കുന്ന, പൈശാചിക മണ്ഡലങ്ങളെ കത്തിക്കുന്ന ഒരു വലിയ തീയായി മാറ്റുവാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്ത്, നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് തീയുടെ സ്മെൽ വെളിപ്പെടും. ഗദരദേശത്ത് യേശു കടന്നു ചെന്നപ്പോൾ ആ പൈശാചിക മണ്ഡലത്തിന് മനസ്സിലായി, സം ഫയർ ഈസ് കമ്മിങ്. ശവകുടീരത്തിനകത്ത് ഇരിക്കുവാൻ സാധിക്കുന്നില്ല, ആ കല്ലറുകൾക്കിടയിൽ പാർക്കുവാൻ സാധിക്കുന്നില്ല. അവനെ നിന്റെ മുൻപിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ തീയുടെ സ്മെല്ല് ഗദരദേശം മുഴുവൻ വ്യാപിക്കും. ഈ പകൽ എന്നെ ശ്രവിക്കും ദൈവജനമേ, നിങ്ങളൊരു ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ, ഒരു പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ, നിങ്ങളുടെ സ്മെല്ലൊരു തീയുടെ സ്മെല്ലായി പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ മുൻപാകെ കീഴ്പ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആത്മാവിലും തീയിലും അഭിഷേകം ചെയ്യുവാൻ ഈ പകൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തീ ആവശ്യമാണ്. ഫിസിക്കൽ ലൈഫിൽ തീ ആവശ്യമാണെങ്കിൽ ആത്മീക ജീവിതത്തിലും തീ ആവശ്യമാണ്. The fire of God, ഉള്ളിൽ കത്തുന്ന ഫയർ ഓഫ് ഗോഡ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഉള്ളിൽ കത്തുന്ന ഫയർ ഓഫ് ഗോഡ്. പലരും അത് പുറത്ത് പ്രകടിപ്പിക്കും, പലരും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. അവർ ഉള്ളിൽ തന്നെ അതിനെ അടക്കിക്കൊണ്ട് അവർ സഞ്ചരിക്കും. അവർ ഉള്ളിൽ കൊണ്ട് അടക്കിക്കൊണ്ട് അവർ സഞ്ചരിക്കുമ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ തീയുടെ അനുഭവം. അവർക്ക് പിന്നെ പിശാചിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് പോരുകളെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് പൈശാചിക മണ്ഡലങ്ങളെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നോ, അവർക്കൊന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം അവരുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്. സകല പൈശാചിക മണ്ഡലങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള സ്വർഗീയ അഗ്നിയാണ് അവരുടെ ഉള്ളിൽ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ തീ ഒരിക്കലും തനിക്ക് വേണ്ടി സ്വതവേ കത്താറില്ല. ഈ തീ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കത്തുന്നത്. ആഹാരം പാകം ചെയ്യുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒതവേ ഇറ്റ് ഈസ് നോട്ട് ഹാവ് എ സെൽഫിഷ് തോട്ട്. ഒരു സ്വാർത്ഥതയുള്ളൊരു സ്വഭാവം തീക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയജനമേ, വെൻ യു ഹാവ് ദ ഫയർ ഓഫ് ഗോഡ് ഓൺലി ക്യാൻ കം ഔട്ട് ഓഫ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ട്രബിൾ. പാസ്റ്ററേ, അസൂയ മാറ്റാൻ പറ്റുന്നില്ല, തീക്കകത്ത് വീണാൽ മതി. പാസ്റ്ററേ, എനിക്ക് എൻ്റെ ജഡത്തിൻ്റെ ബലഹീനടുത്ത് കളയാൻ സാധിക്കുന്നില്ല, തീക്കകത്ത് വീണാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ബാഡ് ചിന്തകളുള്ള മനസ്സാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് കറങ്ങിയുള്ള നരമ്പുകളാണ്, നെർവസുകളാണ് നമ്മുടെ തലയ്ക്കുള്ളിലിരിക്കുന്നത്. ഈ ചെറിയ തലച്ചോറിനകത്തിരിക്കുന്ന ഒരുപാട് മെമ്മറികളുണ്ട്. ഈ മെമ്മറികളൊക്കെ കടന്നുപോയി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും എക്സ്റേ എടുക്കുവാനും സ്കാൻ ചെയ്യുവാനും CT എടുക്കുവാനും അതിനെ MRI എടുക്കുവാനൊക്കെ ഒരുപാട് ചെലവുണ്ട്. എന്നാൽ ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു ഓപ്പറേഷനും ചെയ്യുവാൻ സാധിക്കാത്തത്, ഒരു ഡോക്ടർക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കാത്തത്, നിമിഷങ്ങൾ കൊണ്ട് സ്വർഗീയ അഗ്നി ആ മനുഷ്യനെ മാറ്റി ഒരു പുതുമനുഷ്യനായി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനിടയായി ഒരു ചെറിയ വെളിച്ചം ശത്രുവായിരുന്ന ശൗലിനെ മിത്രമായ പൗലോസാക്കി മാറ്റിയെങ്കിൽ ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന ആത്മീയ അഗ്നി ഒരു സെക്കൻഡ് കൊണ്ട് ആൾ മാറിയതുപോലെ എന്നെയും നിങ്ങളെ മാറ്റുവാൻ ഈ തീക്ക് സാധിക്കും. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഈ പകൽ ഈ തീക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഈ തീക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേദനിക്കേണ്ട ആവശ്യമില്ല. ഈ തീയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട് എങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, എവിടെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിരിക്കാം. ദൈവമുൻപാകെ സാഷ്ടാംഗം കവിണ്ട് വീണ്, എൻ്റെ കർത്താവേ, എനിക്ക് ഇത് ആവശ്യമുണ്ട്. എന്തിൻ്റെ ആവശ്യം? ആത്മാവിൻ്റെ നിറവ് മാത്രമല്ല, തീയുടെ അനുഭവം എനിക്ക് ആവശ്യമുണ്ട്. ആത്മാവിൻ്റെ തീ എൻ്റെ ഉള്ളം മുതൽ ഉച്ചി വരെ കത്തട്ടെ, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളം മുതൽ ഉച്ചി വരെ കത്തട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥനയുമായി പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കടന്നു വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, വരും തലമുറ കാണിച്ചു കൊടുക്കാൻ പാകത്തിങ്കൽ ഒരു തീയുടെ ശുശ്രൂഷകയായി കർത്താവ് എന്നെയും നിങ്ങളെയും മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഈ പകൽ ദൈവസഭയോടും ദൈവജനത്തോടും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. തീ ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ യാഗപീഠം പണിതപ്പോൾ മുഴുവൻ ആ യാഗപീഠത്തിൽ മുഴുവൻ ദഹിപ്പിച്ചിരുന്ന സ്വർഗീയ അഗ്നി
തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവസാന്നിധ്യം, മോശയെ ദൈവം അങ്ങനെയാണ് വിളിച്ചത്, മുൾപ്പടർപ്പിനകത്ത് തീ കത്തി നിൽക്കുന്നു. വാവ്! പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരാകർഷിക്കുന്ന തീയ്, ഈ തീ ആകർഷിക്കുന്നതാണ് കേട്ടോ. ഈ തീ നിങ്ങളെ ആകർഷിക്കുകയാണ്. എന്താണ് പ്രാർത്ഥനയിൽ കൂടി വരാൻ നിങ്ങളുടെ ഉള്ളിലുള്ള കാരണം? ഓൺലൈനിൽ കൂടിയാണെങ്കിലും നിങ്ങളിങ്ങനെ ശ്രമിപ്പാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു തീ നിങ്ങളെ ആകർഷിക്കുന്നത് കൊണ്ടാണ്. ഏത് തീയാണ് ആകർഷിക്കുന്നത്? ഈ ഭൂമിയിലുള്ള തീയാണോ? നോ, ഉയരത്തു നിന്നുള്ള തീ നിങ്ങളെ ആകർഷിക്കുന്നു. ഇത് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ നിർമ്മലീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഈ പുറപ്പാട് പുസ്തകം കാണുവാൻ സാധിക്കുന്നു. മോശ ദൂരെ എവിടെയോ നിൽക്കുകയാണ്. മോശ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ കത്തുന്നു. ആ തീ അതിനെ ദഹിപ്പിച്ചു കളയുന്നില്ല. ആ തീയുടെ ഒറിജിനൽ സ്വഭാവം അത് ഭൂമിയിൽ ഇതുവരെ കണ്ട തീ വീണ അതിനെ ദഹിപ്പിച്ചു കളയും. എന്നാൽ ദഹിപ്പിച്ചു കളയാത്തൊരു തീയുണ്ട്. സ്തോത്രം. അതിൻ്റെ സ്വഭാവത്തെ മാറ്റി അത് മോശയുടെ മുൻപാകെ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, നിങ്ങൾ തീയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിലും നിങ്ങൾ ദഹിച്ചു പോകാത്തതിൻ്റെ കാരണം ഈ തീക്കൊരു സ്വഭാവമുണ്ട്. എല്ലാം ദഹിപ്പിച്ചു കളയുന്നതല്ല. കല്ലുകൊണ്ട് പണിതതിനെയും മരം കൊണ്ട് പണിതതിനെയും വൈക്കോല് കൊണ്ട് പണിതതിനെയും സ്വർണം കൊണ്ട് പണിതതിനെയും ചെമ്പ് കൊണ്ട് പണിതതിനെയും ഇരുമ്പ് കൊണ്ട് പണിതതിനെയും ഒക്കെ ഒരുമിച്ച് ഒരേ തീയിൽ ശോധന കഴിക്കുമ്പോൾ പ്രവർത്തികൾ നിലനിൽക്കും. ഏത് പ്രവർത്തികൾ നിലനിൽക്കും? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്വർണം കൊണ്ട് പണിതതും ചെമ്പ് കൊണ്ട് പണിത് ഇരുമ്പ് കൊണ്ട് പണിതതുമായ പ്രവർത്തികൾ നിലനിൽക്കും. ബാക്കിയുള്ളത് നശിച്ചു പോകും. എന്താണ് കാരണം? ഗോഡ് വിൽ സെപ്പറേറ്റ്. ഈ തീ സെപ്പറേഷൻ ചെയ്യുന്നതാണ്. വിശുദ്ധീകരിക്കുന്ന തീയാണ്. കീടങ്ങളെ കൊല്ലുന്ന തീയാണ്. ഈ പകക്കതിൻ്റെ ജീവിതത്തിനകത്ത് കന്മഷങ്ങൾ, ജീവിതത്തിനകത്ത് നിനക്ക് മാറ്റാൻ പറ്റാത്ത പാപ പ്രലോഭനങ്ങൾ, ജീവിതത്തിനകത്ത് അടിക്കടി ഉണ്ടാകുന്ന ടെംപ്റ്റേഷനുകൾ, ജയിക്കാൻ സാധിക്കാത്ത പോരുകൾ, ജയിക്കാൻ സാധിക്കാത്ത ദുഷ്ടസ്വപ്നങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന ദുഷ്ടസ്വപ്നങ്ങൾ, മരിച്ചവരെ സ്വപ്നം കാണുന്നത്, വേർപെട്ടു പോയവരെ സ്വപ്നം കാണുന്നത്, അങ്ങനെയുള്ള ദുഷ്ടസ്വപ്നങ്ങൾ, റൂമിനകത്ത് സ്വസ്ഥതയില്ലാത്ത, ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ടുഡേ ഐ സെൻഡ് ദ ഫയർ ഓഫ് ദ ഓൾമൈറ്റി ഗാഡ്. ഈ പകൽ സ്വർഗത്തിലെ തീയെ, ഈ പകൽ ഞാൻ ദൈവജനത്തിനിരിക്കുന്ന അവസ്ഥകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് I am sending it right now in the name of the Jesus Christ, in the name of the Lord Jesus. യേശുവിൻ നാമത്തിൽ അവരുടെ ഭവനങ്ങൾക്കകത്ത് ആത്മീക തീ പ്രവേശിക്കട്ടെ. അവരുടെ കിച്ചണകത്തേക്ക് ഈ ആത്മീക തീ പ്രവേശിക്കട്ടെ. ബെഡ്റൂമകത്തേക്ക് ഈ ആത്മീക തീ പ്രവേശിക്കട്ടെ. ഇത് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥാനവും ആ ഭവനത്തിനകത്ത് ഉണ്ടാകരുത്. യേശുവിൻ നാമത്തിൽ എല്ലാ കന്മഷങ്ങളും ആ ഭവനത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. കാണുന്നത് മാത്രം മൊബൈലിൽ കൂടി കാണണം, ടി വിയിൽ കൂടി കാണേണ്ടത് മാത്രം കാണണം. അനാവശ്യമായതൊക്കെ കണ്ട് നിങ്ങളുടെ റൂമിനകത്ത് മറ്റുള്ള വ്യക്തികളെ വിളിച്ചു വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് മനസ്സിലായോ? മറ്റുള്ളതിനെ വിളിച്ചു വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഓരോ സീരിയലും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിന് മുൻപും പുറവുമൊക്കെ മറ്റുള്ള പലേകം വരും നിങ്ങളുടെ വീടിനകത്ത് പ്രവേശിപ്പാൻ. അതിനെ വിളിച്ചു വരുത്തരുത്. മാറ്റി നിർത്തിയേക്കുക. യേശുവിൻ്റെ നാമത്തെ വിളിച്ചു വരുത്തുക. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു വരുത്തുക. യേശുവിൻ്റെ വചനത്തെ വിളിച്ചു വരുത്തുക. യേശുവിൻ്റെ തീയെ വിളിച്ചു വരുത്തുക. ഈ പകൽ ഈ തീ, സ്വർഗത്തിലെ തീ ഇറങ്ങി വരുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും ശുദ്ധീകരിപ്പാൻ, ക്ലെൻസ് ശുദ്ധീകരിപ്പാൻ ഇന്ന് പകൽ ആ തീ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് ആ തീ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശരീരത്തിന് ഉള്ളംകാലം മുതൽ ഉച്ചി വരെ ആ സ്വർഗീയമായ അഗ്നി അവൻ വർഷിക്കുകയാണ് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ. ഹല്ലേലൂയ. റൗഷസ്താരമ അഠാലബ ശസ്തേന അടൽക റോഷസ്തേരമ നന്ദേന റൗഷസ്തിരിബിരി കബാലഗസ്തന. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ ഈ തീ കേൾപ്പിച്ചു കൊടുത്താട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഈ തീ ദഹിപ്പിച്ചു കളയുന്നതല്ല. ഈ തീ നിന്നെ ആകർഷിക്കുന്ന തീയാണ്. ഈ തീ നിന്നെ ആകർഷിക്കുകയാണ്. അടുത്ത ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന തീയാണ് ഈ തീ. ഈ തീക്കൊരു ശക്തിയുണ്ട്, ആകർഷണ ശക്തിയുണ്ട്. അട്രാക്റ്റീവ് പവർ. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫയർ.
ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ കൂട്ടായ്മയിൽ കടന്നുപോയിരുന്നപ്പോൾ ഈ തീ എന്നെ ആകർഷിപ്പാനിടയായിരുന്നു. ഞാൻ ആകർഷിച്ചതല്ല, എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാൽ ആ തീ എന്നെ ആകർഷിച്ചു. എന്നതുപോലെ ഈ തീ ഇപ്പോൾ നിങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഹോളി ഗോസ്റ്റ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചേറ്റെടുക്കാം. ഈ തീയാണ് നിങ്ങളെ ഇന്ന് പകൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. ഈ തീക്ക് പൗലോസും ദൈവത്തിന് സ്തോത്രം കൂടെയുള്ളവരും 270 പേർ മെലിത്ത എന്ന പട്ടണത്തിലെത്തിയപ്പോൾ അവർ ചൂട് കായുവാനായി വിറകെടുത്ത് തീക്കകത്തേക്ക് ഇടുകയാണ്. തീക്കത്തെടുപ്പോൾ അബദ്ധവശാൽ ദൈവത്തിന് സ്തോത്രം നീതി ദേവി എന്ന അവകാശം പറഞ്ഞിരുന്ന ഒരു സർപ്പം കയറി പൗലോസിനെ കടിപ്പാനിടയായിത്തീർന്നു. പൗലോസ് അതിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികളെ വെളിപ്പെടുത്തുന്നതാണ് ഈ തീ. ഈ പകൽ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നം ഒരുപക്ഷെ മറഞ്ഞിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ ആത്മീക ജീവിതത്തിലെ പ്രശ്നം ഒരുപക്ഷെ മറഞ്ഞിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ ഭൗമിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ നന്മയുടെ തടസ്സം ഒരുപക്ഷെ നിങ്ങൾ മറഞ്ഞിരിക്കുകയായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം മറഞ്ഞിരിക്കുന്നതിനൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഈ തീയാണ്. ഭവനത്തിനകത്ത് മറഞ്ഞിരിക്കുന്നതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഈ തീയാണ്. കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിനെ വിളിക്കുകയായിരുന്നു. പറഞ്ഞു, പാസ്റ്ററെ കാര്യം എന്താണെന്നറിയില്ല, പക്ഷേ എനിക്ക് സമാധാനമില്ല. നല്ല വരുമാനമുണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷേ സമാധാനമില്ല. നല്ല എല്ലാ സെറ്റിൽമെൻറ്റ്, നല്ല കുടുംബമാണ്, വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്, പക്ഷേ സമാധാനമില്ല. എന്താ കാര്യമെന്നറിയില്ല. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി ആരെങ്കിലും ഈ പകൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പറയാം, ദ ഫയർ ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു റിവീൽ വാട്ട് ഈസ് ഹിഡൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത് ദൈവത്തിന് സ്തോത്രഭാലം മറഞ്ഞിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ അഗ്നി, ആത്മീക അഗ്നി എന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. പലരും ഇങ്ങനെയുള്ള ആത്മീക ആരാധന ഇഷ്ടപ്പെടാറില്ല. കാരണം എന്താണെന്നറിയാമോ? അവരുടെ പാപം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെ അബദ്ധവശാലങ്ങളും അവരുടെ പാപം പുറത്തു വന്നാൽ അപമാനമാകുമെന്ന് വിചാരിച്ച് അവർ ആത്മീക ആരാധനകൾക്ക് പോലും പോകുവാൻ മടിക്കുകയാണ്. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, അത് അബദ്ധമാണ്, അത് മരണതുല്യമാണ്. എന്നാൽ ഇന്ന് പകൽ വെളിപ്പെടുന്നങ്ങൾ വെളിപ്പെടട്ടെ. പരിഹരിക്കുന്ന ദൈവമല്ലേ. മനുഷ്യന് ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചേക്കാം, പക്ഷെ നീ ആ പ്രശ്നത്തിൽ നിനക്ക് വിടുതലുണ്ടാകും. ആത്മീക സന്തോഷം അനുഭവിക്കുന്ന, ആത്മീക തീ വെളിപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്ന്, ആത്മീക അനുഭവമുള്ള സ്ഥലത്ത് ആത്മീക തീ അനുഭവിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് ആ തീക്കകത്ത് എന്തെങ്കിലും വെളിപ്പെടുന്നെങ്കിൽ വെളിപ്പെടട്ടെ. ജഡത്തിനകത്ത് കന്മഷമായി കടന്നുകൂടിയത്, തലമുറകളായി പിടിച്ചു വച്ചിരിക്കുന്നത്, മാതാവിൽ കൂടിയും പിതാവിൽ കൂടിയും പ്രവേശിച്ചത്, തലമുറകളായി കടന്നുകൂടിയ നെഗറ്റീവ് ഇമോഷൻ, ചിന്തകൾ, ദൈവത്തിന് സ്തോത്രം, നെഗറ്റീവായിട്ടുള്ള എല്ലാ ക്രിയകളും, ആഭിചാരം മുഖാന്തരം, വ്യഭിചാരം മുഖാന്തരം, അനർത്ഥങ്ങൾ മുഖാന്തരം, പണ്ട് പിതാക്കന്മാർ ചെയ്തു പോയ പ്രവർത്തികൾ മുഖാന്തരം എന്നെയും നിങ്ങളെയും പിന്തുടരുന്ന ശാപ പാപ പരിണിത ഫലങ്ങൾ ഇന്ന് പക്കക്കാലം ആത്മീയ തീക്കകത്ത് ഇപ്പോൾ അത് വെന്തു പോകുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആത്മാവിൽ സ്വീകരിച്ചാട്ട് ഈ പകൽ ഈ തീ നിന്നെ സ്വതന്ത്രമാക്കുന്ന ഈ തീ നിന്നെ സ്വതന്ത്രമാക്കുന്ന തീയാണ് ആത്മീക തീ. ഇറ്റ് ഈസ് മേക്കിംഗ് യു ഫ്രീഡം. മോശയുടെ ജീവിതത്തിൽ ഈ തീ ഒരു അപ്പോയിൻമെന്റ് കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് എൻ അപ്പോയിൻമെന്റ് ഫയർ. വാവ്, നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ് തീ. എന്താണ് തീ നിന്നെ അപ്പോയിന്റ് ചെയ്തത്? നിനക്ക് ഇവിടെയുള്ള ശുശ്രൂഷ മതിയാക്കി കേട്ടോ, അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തോ. ഏകദേശം 6 ലക്ഷം പേർ, അല്ല 25 ലക്ഷം പേർ, വചനത്തിനകത്ത് 6 ലക്ഷം, 25 ലക്ഷം പേർ ഹല്ലേലൂയ കടക്കുകയാണ്. അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഗെറ്റ് റെഡി. ഒരു പുതിയ അപ്പോയിൻമെന്റ് നിനക്ക് ലഭിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പകുതിയിൽ ക്ഷീണിച്ചു പോയിട്ട് മടുത്തു പോകാനുള്ള കാരണം എന്താണ്? ദിസ് അപ്പോയിൻമെന്റ് ഹാസ് നോട്ട് റിസീവ്ഡ് ബൈ യു, ബട്ട് ടുഡേ യു സബ്മിറ്റ് യുവർ ലൈഫ്. ഇന്ന് പകൽ നിന്റെ തീയെ, നിന്റെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ തീക്കായി സമർപ്പിച്ചു കൊടുക്ക്. ഒരു പുതിയ അപ്പോയിൻമെന്റ് ലെറ്റർ ഓർഡറുമായി ഈ തീക്കകത്ത് വെളിപ്പെടുന്ന സ്വർഗത്തിലെ ദൈവം ഈ പകൽ എന്നെ വിസിറ്റ് ചെയ്യുവാൻ, നമ്മെ വിസിറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. This fire will give you an appointment letter for you to go move forward with a new authority. ഒരു പുതിയ അധികാരം പകരുന്ന അത്രയോ തീയ, ആകർഷിക്കുന്ന തീയ, അപ്പോയിന്റ് ചെയ്യുന്ന തീയ,
പുതിയ അധികാരം പകരുന്ന തീയ്. നിയോഗങ്ങൾ മാറുന്നതാണ് ഈ തീയ്. സാധാരണ കാഴ്ചപ്പാടുകൾ മാറി. മോശ ആള് മാറിയവനെ പോലെയായി തീർന്നു. അവൻ്റെ ബ്രെയിൻ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ നടന്ന് ഒരു ആടിനെ കൂടെ സംസാരിച്ച് ഒരു ചെറിയ കുടുംബമായി ജീവിച്ച സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഒരു ജനതയെ, ഒരു രാജ്യത്തെ മുഴുവൻ വിടുവിപ്പാൻ I am appointing you. Who is appointing you today? The fire of God, flame of God will come upon you and it is going to appoint you for a greater ministry. ഒരു പുതിയ അഭിഷേകത്തോടെ, അധികാരത്തോടെ, ഒരു സ്വർഗീയ തീയ് ഈ പകൽ നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ് പുതിയ ശുശ്രൂഷകൾക്കായി. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് അല്പസമയം ആത്മാവിൽ ആരാധിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആ അപ്പോയിൻമെൻറ്റിനായ കണ്ണുകളെ അടച്ച്, പുറം കണ്ണുകളെ അടച്ച് അകം കണ്ണുകളെ തുറന്നിട്ട് ആത്മാവിൽ അല്പസമയം ജാഗരിച്ചാട്ട്, ലോർഡ് ഐ എം വെയിറ്റിംഗ് ഹിയർ എ ഗോഡ്. ഫിൽ മീ നോട്ട് ഓൺലി വിത്ത് ദ ഹോളി ഗോസ്റ്റ്, വിത്ത് ദ ഫയർ. ഈ തീയാണ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. നീതിദേവിയലിന് ഏതു വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതു വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും, ഈ പകൽക്കാലം പല അനുഭവങ്ങളുടെ കടന്നു വന്ന് നിന്റെ കൈക്കകത്ത് കടിച്ചു തൂങ്ങിയെന്നിരിക്കാം. എന്നാൽ നീ തീക്കകത്തേക്ക് കുടഞ്ഞു കളയുക. ചെറിയ തീയാണോ വലിയ തീയാണോ നീ നോക്കണ്ട. ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന തീയാണ്, നീ വെളിപ്പെടാൻ തീക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട. ഇപ്പോൾ നിന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീക തീയിലേക്ക് അതിനെ കുടഞ്ഞു കളയുക. വൗഷ്യസ്താരം ജോല തേരും അഠാല റൗഷ്യസ്തീരിബി അർക്കമാനം ദോറബ ശസ്തറ കറക ലബ്ര ഘോര സ്ഥീരിബിരിക്കമന. മനുഷ്യർ കാത്തു നിൽക്കുന്നു നീ എപ്പോൾ മരിച്ചു വീഴുമെന്ന് നോക്കി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധൻ പുതിയ അധികാരത്തോടെ ഇതിന് തീയിൽ നിന്ന് നീ പുറത്തു വരാൻ പോവുകയാണ്. Hallelujah. This fire, ഈ തീയാണ് എന്നെയും നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. ഈ തീക്കൊരു സ്വഭാവമുണ്ട്. ഈ തീയുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? ഈ തീയുടെ സ്വഭാവം എന്ന് പറയുന്നത് it will never take anybody's permission. ആരുടെയും അംഗീകാരമോ ആരുടെയും അനുവാദമോ ചോദിക്കാറില്ല. ഒരുക്കമാണോ? കയറി വരാൻ റെഡിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു റൂമിനകത്തൊരു തീയിട്ട് നോക്കിക്കേ, അവിടെയും ഇരുന്ന് തീ കത്തും. ഒരു റോഡിനകത്ത് തീയിട്ട് നോക്കിക്കേ, അവിടെയും തീ കത്തും. ഒരു കാടിന് തീയിട്ട് നോക്കിക്കേ, അവിടെയും തീ കത്തും. വാ ടുഡേ, ഇന്ന് പകൽ പരിശുദ്ധയാത്മാവ് സംസാരിക്കുകയാണ്. പരിശുദ്ധയാത്മാവ് നിങ്ങളോട് ഹല്ലേലൂയ. തൻ്റെ ദൈവമക്കളായ തൻ്റെ ജനങ്ങൾ പ്രാർത്ഥിച്ചു. ഓഫൺ യൂസ് ടു വിസിറ്റ് ബൈ ദ ഫയർ. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും തീയിലാണ് കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഓഫൺ തൻ്റെ തൻ്റെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം കൊടുത്തത് തീയിൽ കൂടി ഉത്തരമരളിയാണ്. ഞാൻ തീ കൊണ്ട് ഉത്തരമരളുന്നവൻ. ആർ യു ലിസണിങ് മീ? തീ കൊണ്ട് ഉത്തരമരളുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം ഈ തീയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. അതുകൊണ്ട് ആത്മീക ആരാധന തീയെ അവഗണിക്കരുത്. ഭവനത്തിനകത്ത് ആരാധനയ്ക്കകത്ത് തീയെ അവഗണിക്കരുത്. ഈ തീയാണ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഷാൽബാറ ഹഷസ്താറമന. നിങ്ങളുടെ പ്രോപ്പർട്ടി ഇഷ്യൂവിന് മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ ശാരീരിക വിഷയങ്ങളുടെ മേൽ, മാനസിക വിഷയങ്ങളുടെ മേൽ തീയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരത്തെ കൊണ്ടുവരുന്നത്. The fire will bring the result of your life. ഠാൽബ ശസ്താര ഖാനാബാന ഠാൽബ റോഷസ്തേർമാന അൽബറ ഖോരാ തേർമാന ഠാല ദരബെ ഷേക്ര മാരഹസ്തോറമാന. The fire of God is want to increase. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകരായ ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എവറി ഡേ യുവർ ഫയർ മസ്റ്റ് ഇൻക്രീസ്. നിങ്ങളുടെ അഗ്നികൾ വർദ്ധിക്കുവാൻ ഇടയാകുമാറാകട്ടെ. അഗ്നി വർദ്ധിക്കട്ടെ, തീ വർദ്ധിക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കാം, പാസ്റ്ററേ എന്തിനാ എപ്പോഴും ഈ തീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? എനിക്കൊരു കാര്യം അറിയാം. ഒരു റൂമിനകത്ത് കടന്നു പോയാൽ ദൈവത്തിന് സ്തോത്രം, ആ റൂമിനകത്തൊരു തീയുടെ ഒരു ലവലേശം സാന്നിധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, കീടങ്ങളോ പ്രാണികളോ ഒന്നും അടുത്തു വരാതെ അത് ദൂരെ ഓടി ഒളിക്കാൻ ശ്രമിക്കും. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ശരീരത്തിനകത്ത്, മനസ്സിനകത്ത് കീടങ്ങളോ പ്രാണികളോ കലർന്ന്
കടന്നുകൂടി നിങ്ങളെ നശിപ്പിക്കാതിരിപ്പാൻ, അത് വലിയ രോഗമായി തീരാതിരിപ്പാൻ, വലിയ മാരക വിഷയമായി തീരാതിരിപ്പാൻ ഒരു ചെറിയ തീയുടെ സാന്നിധ്യം മതി. അതിന് ചൂട് കൊടുത്തുണ്ടെങ്കിൽ 2 ഒരു തീ റൂമിനകത്ത് കത്തിക്കൊണ്ടിരുന്നാൽ ആ റൂം മുഴുവൻ ചൂടടിച്ചുകൊണ്ടിരിക്കും എന്നതുപോലെ നിങ്ങളുടെ ആത്മാവും ശരീരവും മനസ്സും മുഴുവൻ ചൂയുടെ ചൂടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രാണികളോ മഹാമാരികളോ മഹാവ്യാധികളോ അടുത്തു വരാതെ ഈ തീയാണ് നിങ്ങളുടെ ശരീരത്തെയും എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെയും മനസ്സിനെയും ഈ പകൽ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഐ വാണ്ട് ടു പ്രീച്ച് അഗൈൻ ആൻഡ് അഗൈൻ. വീണ്ടും വീണ്ടും പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഫയർ ഈസ് പ്രൊട്ടക്ടിങ് യു. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഫയറാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാത്രിയിൽ അഗ്നി തൂണായി ഇറങ്ങി നിന്നവൻ ആരാണ്? സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവമല്ലേ? ഇന്ന് പകൽക്കാലം അത് പ്രൊട്ടക്ഷന് വേണ്ടി ഇറങ്ങുന്ന ഫയറാണ്. ശത്രുവിന്റെ സംഹാരങ്ങളിൽ നിന്ന് അവന്റെ തീയമ്പുകളിൽ കണ്ടോ, ശത്രുവിന്റെ തീയമ്പുകളിൽ നിന്ന് വിടുവിക്കുന്നത് എന്താണ്? ഈ സ്വർഗത്തിലെ തീയാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം എത്തി എത്ര പേർക്ക് ആവശ്യമുണ്ട്? യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതാണ് ജലസ്നാനമെങ്കിൽ, ആത്മാവിൽ മുങ്ങിപ്പൊങ്ങുന്നതാണ്, പരിശുദ്ധാത്മാവിൽ മുങ്ങിപ്പൊങ്ങുന്നതാണ് ആത്മസ്നാനമെങ്കിൽ, തീക്കകത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ് തീയുടെ സ്നാനം. തീയുടെ സ്നാനം ആവശ്യമാണോ? 100% ദൈവമക്കളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇത് അനിവാര്യമാണ്. ഫയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഈ ഫയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തിരുവെഴുത്തുകളെ അവൻ തെളിയിച്ചു തരും. ആത്മാവിൻ്റെ ശക്തി പകരും, ആത്മാവിൻ്റെ ബലം പകരും, ആത്മാവിൻ്റെ തീ നമ്മളും ആ സ്വർഗീയ തീയുമായി ഒരു തീയായി മാറും. ദേശത്തെ അനുഗ്രഹത്തിന് കാരണമായ തീയാക്കി മാറ്റും. ആഹാരം പാകം ചെയ്യുന്ന തീയ് അനുഗ്രഹത്തിൻ്റെ തീയാണ്. സ്വർണത്തെ തീക്കകത്തൂടെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതും ഒരു അനുഗ്രഹത്തിൻ്റെ തീയാണ്. എന്നതുപോലെ ദ ബ്ലെസ്സിങ് ഫയർ അനുഗ്രഹത്തിൻ്റെ തീയായി കർത്താവ് എന്നെയും നിങ്ങളെയും മാറ്റും. ഒരു ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ ആ ദേശത്ത് ദുഷ്ടവ്യാപാരങ്ങൾ ഓടി ഒളിക്കത്തക്ക രീതിയിൽ എന്നെയും നിങ്ങളെയും ഒരു അനുഗ്രഹത്തിൻ്റെ തീയാക്കി കർത്താവ് മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. സ്തോത്രം 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 സ്തോത്രം. ഈ തീ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ആത്മീക തീ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് പകൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ, ആ സ്വർഗീയ അഗ്നിയാൽ ഈ പകൽ എന്നെ നിറയ്ക്കണമേ, സ്വർഗീയ അഗ്നിയാൽ എന്നെ ഇന്ന് പകൽ നിറയ്ക്കുമാറാകണമേ. ഈ സ്വർഗീയ അഗ്നി എനിക്ക് ആവശ്യമുണ്ട്. ഐ നീഡ് ദിസ് ഫയർ ഓഫ് ഗോഡ്, ഐ നീഡ് ദിസ് ഹോളി ഫയർ ഓഫ് ഗോഡ്, ഐ നീഡ് ദിസ് ഹോളി ഫയർ ഓഫ് ഗോഡ്. അശുദ്ധ വ്യാപാരങ്ങൾ ഈ തീയുടെ മുൻപാകെ, ഈ വചനത്തിന് മുൻപാകെ ദഹിച്ചു പോകുമാറാകട്ടെ. കൺസ്യൂം ഇറ്റ് ഗോഡ്. യേശുവിൻ നാമത്തിൽ അനേക കുടുംബങ്ങൾക്കകത്ത്, അനേക വ്യക്തികളുടെ ജീവിതത്തിൽ വിവാഹങ്ങൾ നടക്കാതെ വണ്ണം തടയപ്പെട്ടിരിക്കുന്നു. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു നന്മ കാണാതെ വണ്ണം തടയപ്പെട്ടിരിക്കുന്നു. നല്ലൊരു ബിസിനസ് കാണുവാൻ സാധിക്കാതെ വണ്ണം തടയപ്പെട്ടിരിക്കുന്നു. നല്ലൊരു ഉയർച്ച കാണുവാൻ സാധിക്കാതെ വണ്ണം തടയപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിഞ്ഞും അറിയാതെയും വിളിക്കുന്ന അനേകം സഹോദരൻ ഞങ്ങളുടെ മുൻപിലുണ്ട്. അവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതം തടയപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്യ അഗ്നിയാണ്. അതിന് പകരമായി ഇത് ഒറിജിനൽ അഗ്നി, ഒരു യഥാർത്ഥ അഗ്നി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഈ അഗ്നിയാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ഈ അഗ്നിയാണ് നിങ്ങളെ വിവാഹത്തിൽ നിങ്ങളെ തടസ്സങ്ങളെ മാറ്റുന്നത്. ഈ അഗ്നിയാണ് നിങ്ങളുടെ നന്മകളെ കാണിച്ചു തരുന്നത്. ഈ അഗ്നിയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മകളെയും ഉയർച്ചയെയും വിടുതലിനെതിരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിങ്ങൾ കരയുകയാണോ വർഷങ്ങളായി? നിങ്ങൾ കരയുകയാണോ നാളുകളായി? ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന്, ഈ പകലിനെ ശ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രവചിപ്പാൻ ആഗ്രഹിക്കുന്നു. ടുഡേ ഇഫ് യു അഗ്രി ദിസ് വേർഡ് ഓഫ് ഗോഡ്, ഈ തീയിൽ ഞാൻ വിശ്വസിക്കുന്നു സഹോദര, ഈ തീയിൽ ഞാൻ വിശ്വസിക്കുന്നു സഹോദരി എന്ന് പറഞ്ഞ് ദൈവദാസി അടുത്ത് വരികയാണെങ്കിൽ, ടുഡേ എൻ്റെ വാക്ക് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, ദൈവവാക്കാണെന്ന് ചിന്തയോടുകൂടെ ഏറ്റെടുത്ത് ഈ പകൽക്കാലത്തിന് മുൻപാകെ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ദിസ് ഫയർ ഈസ് ഇനഫ് ടു ബിൽഡ് യു. ദിസ് ഫയർ ഈസ് ഇനഫ് ടു ബിൽഡ് യു. നിങ്ങളുടെ സകല അവസ്ഥകളെ മാറ്റി ഈ തീ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അസാധാരണ മനുഷ്യനാക്കി മാറ്റും. അസാധാരണ അപ്പോയിൻമെന്റ് തരും. അസാധാരണ അധികാരം തരും. അസാധാരണ ബ്ലെസ്സിങ്ങുകൾ കാണുവാൻ, അനുഗ്രഹങ്ങൾ കാണുവാനിടയാകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. I send the fire of God. I send the fire of the Almighty God.
I send the fire of the Almighty God. I send the fire of the Almighty God. ഈ പകലിത് സംഭവിക്കട്ടെ. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. ഇരുട്ടിൻ്റെ പ്രവർത്തികൾ തകർന്നു പോകട്ടെ. വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഇന്ന് പകൽ എന്നോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ പകൽക്കാലം ആത്മീക അഗ്നിയെ അങ്ങ് പകരണമേ കർത്താവേ. പുതിയ അപ്പോയിൻമെൻറ്റുമായി, പുതിയ നന്മകളുമായി, പുതിയ അധികാരങ്ങളുമായി കർത്താവെ അനേകം പേർ കർത്താവെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയാറുണ്ടല്ലോ. ആസ് എ ഹ്യൂമൻ വി കാൻ ഡു ഇറ്റ് അ ഗാഡ്, ബട്ട് യു ആർ ഏബിൾ അ ഗാഡ്. യു ആർ ഏബിൾ അ ലോർഡ് ജീസസ്. അങ്ങക്കത് ചെയ്യാൻ സാധിക്കും, അങ്ങക്കത് ചെയ്യാൻ സാധിക്കുമല്ലോ. ഈ പകൽ ആ അഗ്നിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തീ കണ്ടുത്തരം അരുളുന്ന ദൈവത്തിൽ ഞങ്ങളെ ആശ്രയം വയ്ക്കുന്നു. സ്വർഗമേ മറുപടി പറയണമേ. സ്വർഗമേ ഉത്തരമരുളുമാറാകണമേ. സ്വർഗമേ ഉത്തരമരുളുമാറാകണമേ. കർത്താവെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ വിശുദ്ധന്മാരുടെ മേൽ കർത്താവെ സ്വർഗീയ അഗ്നി കൊണ്ട് അങ്ങ് ഉത്തരമരുളുമാറാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്താട്ട് വിവാഹത്തിനോട് പ്രാർത്ഥിക്കുന്നവർ, ഒരു നല്ല ബിസിനസ്സിനോട് പ്രാർത്ഥിക്കുന്നവർ, ഒരു നല്ല കുടുംബ ജീവിതത്തിനോട് പ്രാർത്ഥിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തലമുറകളുടെ നന്മ കാണുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോട് പ്രാർത്ഥിക്കുന്നവർ, ഒരു ഭവനത്തിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു വാഹനം കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ആത്മീക പക്വത പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ഗിഫ്റ്റിനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ, ലോർഡ് സെൻഡ് us with your fire. അങ്ങയുടെ അഗ്നിയെ അയക്കണമേ. തീക്കനൽ കൊണ്ട് നാവിനെ തൊട്ട് യെശയ്യാവിനെ പ്രവാചകനാക്കിയ ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാരെ ആ തീക്കനൽ കൊണ്ട് once again you visit us, God. ഒരിക്കൽ കൂടി ഞങ്ങളെ സന്ദർശിക്കുമാറാകണമേ. ആ തീയുടെ അനുഭവം ഒരു ചെറിയ വെളിച്ചം ശൗലിനെ പൗലോസാക്കിയെങ്കിൽ ഒരു ചെറിയ തീ 120 പേരുള്ള കൂട്ടത്തെ ലോക രാജ്യങ്ങളിൽ അഭിഷേകത്തോടെ പറഞ്ഞു വിട്ടെങ്കിൽ ഈ പകൽ send us again, send us the fire again. തീയാക്കി ഞങ്ങളെ മാറ്റണമേ. തീയുടെ അഭിഷേകമാക്കി മാറ്റണമേ. മേക്ക് us a fire, God. ഞങ്ങളെ ഒരു തീയാക്കി മാറ്റണമേ. അനേകർക്കൊരു തീയായി, അനേകർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തീയായി ഞങ്ങളെ മാറ്റേണ്ടതിനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക അഭിഷേകം നമ്മുടെ ജനത്തിന്മേൽ പകരണമേ കർത്താവേ. ദൈവശക്തി അങ്ങ് പകരുമാറാകണമേ. ഒരു പുതിയ ലേബൽ കൊടുക്കുമാറാകണേ. ഫയർ, ഒരു പുതിയ ലേബൽ കൊടുക്കുമാറാകണമേ. ഫയർ, ഒരു പുതിയ ലേബൽ തൻ്റെ ജനത്തിന് കൊടുക്കുമാറാകണമേ. ദിസ് ഹൗസ് ബിലോങ്സ് ടു ഫയർ. ദിസ് പീപ്പിൾ ബിലോങ്സ് ടു ഫയർ. ദിസ് പേഴ്സൺ, ദിസ് ബ്രദർ ആൻഡ് ദിസ് സിസ്റ്റർ ബിലോങ്സ് ടു ഫയർ എന്ന പുതിയ ലേബൽ ഈ പകൽ വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങളുടെ പേരിൽ കർത്താവ് എഴുതി വയ്ക്കുകയാണ്. യെസ്, ദ ഫയർ ഫാമിലി ഒരു കുടുംബമാണ്, അഗ്നിയുടെ കുടുംബം. ഇത് അഗ്നിയുടെ കുടുംബമെന്ന് എഴുതക്കത്തക്ക രീതിയിൽ കർത്താവ് ചില കുടുംബങ്ങളെ വേർതിരിക്കുന്നു ഈ പകൽ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശത്രു കാണാതെ വണ്ണം, ശത്രു പ്രവേശിക്കാതെ വണ്ണം, ശത്രു കണ്ടോട്ടെ, അവൻ പ്രവേശിക്കാതെ വണ്ണം നീ ഒരു തീയായി മാറും. നീ ഇനി ശത്രുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. The enemy will fear for you. ഹല്ലേലൂയ. ശത്രുവിന് നീ ഒരു പേടി സ്വപ്നമാവാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു അഫ്രൈഡ് ദ ഈവിൾ സിസ്റ്റം, ദ ഈവിൾ വേൾഡ്. യു ആർ എ കോൺകറർ. യു ആർ എ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്ന സ്ഥലത്ത് തീയുടെ സ്മെല്ലുണ്ടാകട്ടെ. അവർ പോകുന്ന സ്ഥലത്ത് തീയുടെ അനുഭവങ്ങൾ വെളിപ്പെടട്ടെ. അവർ പോകുന്ന സ്ഥലത്ത് തീയുടെ ഡെലിവറൻസ് ശക്തി വെളിപ്പെടട്ടെ. അവർ പോകുന്ന സ്ഥലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മഹത്വം കർത്താവ് എടുക്കണമേ. തേജസ് മുഴുവൻ എൻ്റെ കർത്താവ് എടുക്കണമേ. മഹിമ മുഴുവൻ എൻ്റെ കർത്താവ് എടുക്കണമേ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഭൗമിക നന്മകൾ, അതോടൊപ്പം ആത്മീക നന്മകൾ, അതോടൊപ്പം ശാരീരിക നന്മകൾ ഒന്നിനും കുറവില്ലാതെ സകലത്തിലും മെച്ചമായി, സകലത്തിലും ശ്രേഷ്ഠമായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്നൊരു ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഈ പകലത്തെ ശുശ്രൂഷ എല്ലാം അങ്ങ് കേട്ടല്ലോ, കണ്ടല്ലോ. കുറവുകൾ അനേകമുണ്ട്, ബലഹീനതകൾ അനേകമുണ്ട്. അങ്ങയുടെ തീ അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. തീയുടെ സാന്നിധ്യം ഞങ്ങളെ ആള് മാറിയവനെ പോലെ ആക്കുന്നത് പോലെ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ആള് മാറിയവരെ പോലെ ആയിത്തീരട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ അങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മഹത്വമെടുക്കും. മാനവും പുകഴ്ചയും ബഹുമാനവും കർത്താവിന്.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ ദൈവജനത്തിനും ക്രിസ്തുവേശുള്ള നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്ലീസ് കോൺടാക്ട് us. വാട്സപ്പിൽ കൂടിയും ഫോണിൽ കൂടിയൊക്കെ ഞങ്ങളെ കോൺടാക്റ്റുള്ള അവസരങ്ങളുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ വിളിച്ചാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു. ബി എ ബ്ലെസ്സഡ് വീക്ക്. സൂക്ഷ്മതയോടെ ജീവിച്ചാട്ട് കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബി എ ബ്ലെസ്സഡ് വീക്ക്. ശ്രേഷ്ഠകരമായ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. There is something behind you which is greater. നിങ്ങളുടെ പുറകിൽ ചിലതുണ്ട്, അത് ഗ്രേറ്റർ ആണ്. Expect from God. He is going to do mighty things. Be blessed in Jesus' name. Amen. Amen. Amen.